അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ആ വീഡിയോ അർജുനും ബ്രൂണോയും വിമരായിട്ട് എങ്ങനെ ഇണങ്ങണു എന്നുള്ള രീതിയിലുള്ളത് ഒരു 2-3 ദിവസത്തെ അടുപ്പിച്ചാണ് ഞാൻ ഇടുന്നത് കേട്ടോ. സോ ഇവരെ ഫിഷ് ടാങ്കിലായിരുന്ന സമയത്ത് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ 2 പേരും ഇപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ വരുന്നത് ഇവന്മാരുടെ അടുത്തേക്കാണ്. ഈ മുയലുകുട്ടികളുണ്ടോ ഇല്ലയോ, എങ്ങനെയാണ്, അനങ്ങുന്നുണ്ടോ, ചാടുന്നുണ്ടോ, മിണ്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കൽ തന്നെയാണ് അർജുൻ്റെയും ബ്രൂണോൻ്റെയും പണി. ഫുൾ ടൈം ഇവിടെ തന്നെയാണ്. സോ അർജുനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇടയ്ക്കൊന്ന് ഞങ്ങൾ പുറത്തെടുക്കും, മടിയിലൊക്കെ ഇരുത്തും. ഈ മൂത്രമൊഴിക്കണ സ്വഭാവമുള്ളതുകൊണ്ട് എനിക്ക് മടിയിലിരുത്തുമ്പോൾ ഞാൻ കുഷ്യം വെച്ചിട്ടാട്ടോ എടുത്തണേ. കാരണം എൻ്റെ മേത്തേക്ക് മൂത്രമാവരുതല്ലോ, അതിന് വേണ്ടിയിട്ട്. സോ ക്യാബേജിൻ്റെ ഇല അങ്ങനെയുള്ള ഇലകളൊക്കെ ഞങ്ങൾ ഇപ്പോൾ കുറേ മേടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡാണേ. അതിനെന്താ വെച്ചാൽ ഇവന്മാരെ അടുത്തിരുത്താൻ പറ്റുന്ന രീതിയിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരൊന്ന് ബോണ്ടിങ് പന്നല്ലോ, കൂട്ടി തന്നെ ഇടാനൊന്നും പറ്റില്ലല്ലോ. സോ അപ്പോൾ പുറത്തേക്ക് വന്നു ഇപ്പം ഞങ്ങളുടെ കൂടെ ഇരിക്കും. ഇവന്മാർക്കും പേടിയൊന്നുമില്ല, 2 മുയലുകൂട്ടന്മാരും. പിന്നെ വേറൊരു വലിയ കാര്യം, ഞാൻ ജെൻഡർ ഐഡൻറ്റിഫൈ ചെയ്തു. ഒരാണും ഒരു പെണ്ണും ആണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എൻ്റെ ഒരു നിഗമനമാണ്, അങ്ങനെ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. സോ നമ്മുടെ ബ്രൂണോ കുട്ടന് ഒരു സമാധാനം ഇല്ല. അർജുൻ ഓക്കെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് അർജുൻ കണ്ടുവച്ചിരിക്കുന്നത്, അർജുൻ്റെ മാസ്റ്റർ. സോ എന്നോടല്ല ഈ മുയൽകൂട്ടന്മാർക്ക് കൂടുതൽ ഇത് അച്ഛനോടാണ്. സോ അച്ഛനെ മാസ്റ്ററാക്കി വെച്ചിരിക്കുന്നത് ബ്രൂണോയ്ക്ക്. അപ്പോൾ ബ്രൂണോയ്ക്ക് ഭയങ്കര അസൂയ ആ ഒരു സമയത്തിൻ്റെയും. ഇതാണ് അവന്മാരുടെ പുതിയ കൂട്. ഓക്കെ. കുറച്ചും കൂടെ വലുത് വേണമെന്ന് എനിക്ക് തോന്നി. സോ ഞാനിപ്പോൾ ഇതിപ്പം 18 ഇഞ്ചസാണ്. 18 ഇഞ്ചസ് ഭയങ്കര ചെറുതായിട്ട് തോന്നി. അപ്പോൾ ഞാനൊരു 24 അല്ലെങ്കിൽ 30 ഇഞ്ചസിൻ്റെ വേറെ മേടിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കുകയാണ്. ഓക്കെ. ഇത് കണ്ടോ, എൻ്റെ അർജുനും ബ്രൂണോയും ഒക്കെ ഫുൾ ടൈം ഇവന്മാരുടെ അടുത്ത് തന്നെയാണ്. ഇവന്മാരെ പുറത്തിറക്കി കഴിഞ്ഞാൽ പിന്നെ കാവലായി, നോട്ടായി, ഭയങ്കര നക്കാട്ടോ, ഒരു രക്ഷയില്ല. നക്കി കൊല്ലൂ എന്നുള്ള രീതിയിലുള്ള അവസ്ഥയാണ് ബ്രൂണോനെ കൊണ്ടുള്ളത്. അർജുൻ അങ്ങനെയൊന്നുമില്ല. അർജുൻ അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. അർജുൻ സെറ്റാണ്. അർജുൻ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ബ്രൂണോനെ സഹിക്കുന്ന കൂട്ടത്തിൽ ഇതുങ്ങളെയും കൂടെ സഹിക്കുക, അത്രേ ഉള്ളൂ. സോ ഇവർ ഹാപ്പി ആയിട്ട് പോകുന്നു ഗൈസ്. Hope you like the video. See you with another interesting video. Bye then, signing off from Black and Blank.